ഷറഫുദ്ദീൻ്റെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ ഒക്ടോബർ 10-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ദുൽഖർ സൽമാൻ ആം ഗെയിം സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമയിൽ ദുൽഖറിനെ കൂടാതെ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത് ആൻ്റണി പെപ്പയാണ്. സുധാ കൊങ്കര ശിവകാർത്തികനെ നായകനാക്കി സംവിധാനം ചെയ്ത പരാശക്തി എന്ന സിനിമ അടുത്ത വർഷം ജനുവരി 14-ന് പൊങ്കൽ റിലീസായിട്ടാണ് എത്താൻ പോകുന്നത്. വിജയുടെ ജനനായകൻ എന്ന സിനിമയും പൊങ്കൽ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. KH-237 അൻബറു മാസ്റ്റേഴ്സ് സംവിധാനം ചെയ്യുന്ന കമൽഹാസൻ ചിത്രമാണിത്. ഈ ഒരു സിനിമയുടെ റൈറ്റർ ശ്യാം പുഷ്കരനാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. രാജ് കമൽ ഫിലിംസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് ശേഷം ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിൽ കുഞ്ചാക്കോ ബോബൻ ലീഡ് റോളിൽ എത്താൻ പോകുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കിരൺ ദാസ് ആണ്. ലോക സിനിമയുടെ 16 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 38,64,00,000 രണ്ടാമത്തെ ആഴ്ചയിൽ 36,12,00,000 സിനിമ കളക്ഷൻ നേടിയത്. 16-ാം ദിവസം സിനിമ 3,25,00,000 രൂപയാണ് കളക്ഷൻ നേടിയത്. അങ്ങനെ ലോക സിനിമയുടെ ടോട്ടൽ 16 ദിവസത്തെ കേരള കളക്ഷൻ 78 കോടി ആയിട്ടുണ്ട്. ലോക സിനിമയുടെ ആൾ ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 44,17,00,000, കേരളത്തിൽ 78 കോടിയും. അങ്ങനെ സിനിമയുടെ 16 ദിവസത്തെ ടോട്ടൽ ഓൾ ഇന്ത്യ കളക്ഷൻ 122,18,00,000. ഷാജി കൈലാസിൻ്റെ മകനായ ജഗൻ ഷാജി കൈലാസ് ദിലീപിൻ്റെ സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അടുത്ത മാസമാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. എറണാകുളത്തും കോട്ടയത്തുമാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ.